ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഗാർഡനിലുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടികളിലൊന്നായിട്ടുള്ള ടോർച്ച് ജിഞ്ചറിനാണ് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോർച്ച് ജിഞ്ചർ എന്ന് പറയുന്ന പ്ലാന്റ് പണ്ട് കാലം തൊട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പലയിടത്തും. പക്ഷേ അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പല കളറിലുള്ള ടോർച്ച് ജിഞ്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് മെയിനായിട്ടുള്ളത് റെഡ് വെറൈറ്റി എൻ്റെ അടുത്തുണ്ട്. അതുകൂടാതെ ഒരു ഡാർക്ക് പിങ്ക് വെറൈറ്റി ഉണ്ട്. പിന്നെയുള്ളൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഒരു പിങ്ക് വെറൈറ്റിയാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് വൈറ്റ് വെറൈറ്റിയാണ്. പക്ഷേ വൈറ്റ് വെറൈറ്റി എൻ്റെ അടുത്ത് ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ല. വൈറ്റ് വെറൈറ്റി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മൺസൂൺ സീസണാണ് ഈ ടോർച്ച് ജിഞ്ചേഴ്സ് ഏറ്റവും നന്നായിട്ട് പൂക്കുന്ന സമയം. മഴക്കാലത്ത് നമുക്ക് ജിഞ്ചർ പ്ലാന്റുകൾ, ഇതൊരു ജിഞ്ചർ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ജിഞ്ചർ പ്ലാന്റുകളൊക്കെ ഏറ്റവും നന്നായിട്ട് വളരുന്ന ഒരു സമയമാണിത്. അപ്പോൾ എൻ്റെ ജിഞ്ചർ പ്ലാന്റ് കളക്ഷൻസിൽ ഈ ഫ്ലവറിങ് ജിഞ്ചർ പ്ലാന്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ സൂക്ഷിക്കുന്ന ഒരു പ്ലാന്റാണ് ടോർച്ച് ജിഞ്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ടോർച്ച് ജിഞ്ചറിൻ്റെ ഈ ടോർച്ച് ജിഞ്ചറിൻ്റെ ഫ്ലവറുകൾ സാലഡായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് എസ്പെഷ്യലി ഈ പ്ലാന്റ് ബിലോങ് ചെയ്യണത് ഈ ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയ ഒരു സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലാണ്. അവിടെയുള്ള ആളുകളൊക്കെ ഈ ടോർച്ച് ജിഞ്ചറിൻ്റെ ഈ ഫ്ലവർ അവരുടെ സാലഡുകളിലൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അധികം ആരും കോമൺ ആയിട്ട് ഇത് കഴിച്ച് ഞാൻ കാണാറില്ല. ഒരു അലങ്കാര ചെടിയായിട്ടാണ് ഇത് പ്രധാനമായിട്ടും വളർത്തുന്നത്. ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിലൊക്കെ ഇതിൻ്റെ ഫ്ലവേഴ്സ് കട്ട് ഫ്ലവേഴ്സായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ചെടിയുടെ ഒരു വലിയ പ്രത്യേകത, ഇത് നമുക്ക് ചട്ടിയിലൊക്കെ നട്ട് വളർത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ലോണൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് ഒരു കോർണറിലായിട്ട് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ളവർക്ക് അവരുടെ പറമ്പിലേതെങ്കിലും മൂലയിലൊക്കെ ആയിട്ട് ഇത് നട്ട് കഴിഞ്ഞാൽ വളരെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ ഒരു അതിർത്തിയിലായിട്ടാണ് ഇത് നട്ടിട്ടുള്ളത്. വളരെ മനോഹരമായൊരു പ്ലാന്റാണ്.